അപ്പൊ നമ്മൾ ഉള്ളൊക്കെ കാണിച്ചു തരാം അല്ലേ? ആദ്യം നമുക്ക് കാണിച്ചു കൊടുക്കാം. നമുക്ക് വരാം കേട്ടോ സുഹൃത്തുക്കളെ. ആരതാണ് കല്യാണം? കല്യാണം ആരതാവാം കണ്ടില്ലല്ലോ. പെരപ്പണി ഓന്റെ പേരിൽ തന്നെയാണ് ഓന് കേറിക്കൂടാൻ പോണെന്നുള്ളത് എന്തെങ്കിലും ഉറപ്പ് എന്തെങ്കിലും ഉണ്ടാവൂലോ. ചിലപ്പോ എ ഫ്രെയിമിലാണെങ്കിലോ. അതെ, പറയാൻ പറ്റൂല. ഉള്ളത്തെ കുട്ടിയുടെ സീനൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ലൈറ്റ് എത്തിക്കണേ. ഇത് ഗസ്റ്റുകൾ വന്നാൽ ഇരിക്കേണ്ട സ്ഥലം. അനക്കൊക്കെ ഉള്ളത് ഇജ് ഗസ്റ്റ് അല്ലേ? ബാസിലൊക്കെ ഉള്ള ഏരിയ. ഇവിടെ നമുക്ക് ടി വി വരും. അതിനുള്ള പൈപ്പ് ഇട്ട് ടി വിൻ്റെ വയറൊക്കെ പോകാൻ. സ്വിച്ചുകളെല്ലാം വെച്ചു. ഇനി അതിൻ്റെ മേലുള്ള കവറിങ് ഉണ്ടല്ലോ സ്വിച്ചിൻ്റെ, അതും കൂടി വെക്കാനുള്ളൂ. അത് ഈ പുട്ടി വരുതി കൊണ്ട് കഴിഞ്ഞ് ഇവിടെയും കൂടി ഉള്ളൂ. ബാക്കിയൊക്കെ വരുതി, ഇവിടെയൊക്കെ വരുതി. പിന്നെ ഇത് ഇപ്പാൻ്റെ ഉമ്മാൻ്റെ റൂം. ആ, ഇതിൽ പെയിൻ്റ് അടിച്ചിട്ടോ. ഈ പെയിൻ്റാണ് നമുക്ക് വരാൻ പോണത്. ആ, ഇത് പെയിൻ്റാണ്. പുട്ടിൻ്റെ മേലെ പെയിൻ്റ് അടിച്ചു. ഇത് ഫുൾ ഫിനിഷായി. ഇനി ലൈറ്റും ഫർണിച്ചറും ടൈൽസും. ടൈൽസ് ഇൻഷാല്ല മറ്റന്നാൾ തുടങ്ങും. ഇൻഷാല്ല അതിനുള്ള പണിയില്ല. ഇത് പിന്നെ അടുക്കള. അതിനുള്ള ഇത് പിന്നെ ലൈറ്റിൻ്റെ പരിപാടികൾ ഇവിടെ നടന്നുകൊടുക്കുന്നുണ്ട്. നമ്മളെ മെയിൻ ബോസ് ആട്ടെ നിൽക്കണേ. പിന്നെ ഇത് പെങ്ങളെ റൂം. പെങ്ങള് പുറത്താണ് ഉണ്ടാവല്. പെങ്ങളൊക്കെ വരുമ്പോൾ പെങ്ങൾക്കുള്ളൊരു മാറ്റി വെച്ച നമ്മളുടെ കുഞ്ഞി പെങ്ങൾക്കുള്ള റൂമാണിത്. അതെ. പിന്നെ ഇനി മേലക്ക് നമുക്ക് നടുവ് കൂടെ ചവിട്ടി കയറുക. നിങ്ങളിത് മേലേക്ക് കയറ്റാ? നമുക്ക് പോലെ ഗ്യാപ്പുണ്ടോ? നടുവ് കൂടെ ചവിട്ടിക്കട്ടോ വാസില. ആ, അത് കാട്ട്. അത് ഞാൻ പിടിച്ചാ അതല്ലേ അങ്ങോട്ട് വരാൻ കഴിയില്ല. വാസിലേ, ഇത് പിന്നെ 5ൻ്റെത് നമ്മൾ ഗസ്റ്റ് റൂം നമ്മൾ ചെക്കന്മാർ വന്ന് ചില്ല് ചെയ്യേണ്ടത് അതിനുള്ളത് ഫ്രണ്ട് വ്യൂ. ചെക്കനും ചെക്കന്മാരും നമ്മളും ചെക്കന്മാരും. അതെ, അത് ബാത്റൂം. അവിടുന്ന് പുറത്തേക്കുള്ള വ്യൂ ഉണ്ടേ. പുറത്തേക്ക് ഇപ്പം ലാൻഡ്സ്കേപ്പിൻ്റെ ടീമിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ബോസ്. ലാൻഡ്സ്കേപ്പിൻ്റെ ടീമിനെ ഓലിപ്പോൾ വന്നാണ്ട് അളവൊക്കെ എടുത്ത് പോയിക്കണ്. അപ്പോൾ ഉള്ളത്തെ പണി തീരുമ്പോഴത്തേന് പുറത്തെത്തി അതിൻ്റെ ഒപ്പം തന്നെ തീർക്കാനുള്ള പരിപാടിയിലാണ്. പുറത്തൊക്കെ പിന്നെ മുറ്റം റെഡിയാക്കുന്ന പണിക്കാരൊക്കെ പണിയിലാണ് കേട്ടോ. അതായത് ഇതിലെന്താ പ്രത്യേകത വാസിലെ? ആൾക്കാർ വിചാരിക്കും നമ്മൾ പെട്ടെന്ന് പണി തീർത്തുകൊണ്ട് നമ്മൾ കറക്റ്റ് നനവ് കൊടുത്തില്ല അങ്ങനത്തെ ഒക്കെ. പക്ഷേ കറക്റ്റ് പ്ലാസ്റ്ററിങ്, അതായത് തേപ്പ് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ എത്ര നനവാണോ കൊടുക്കേണ്ടത് ആ സാധനത്തിൽ നമ്മൾ വിട്ടുവീഴ്ച ചെയ്തില്ല, കറക്റ്റ് ചെയ്തിങ്ങനെ. ഇത് വീടിൻ്റെ ഉറപ്പിന് വേണ്ടിയിട്ടുള്ള സാധനത്തിൽ ഒരു കോംപ്രമൈസും ചെയ്തില്ല. എന്നിട്ടും നമുക്ക് 4.5 മാസം കൊണ്ട് ഇങ്ങനെ ആക്കാൻ പറ്റി. അർജൻറ്റ് കൂട്ടിക്കണേ, പക്ഷേ ഇങ്ങനത്തെ കാര്യത്തിൽ നമ്മൾ അർജൻറ്റ് കൂട്ടിയിട്ടില്ല. അത് ഓൻ തന്നെ പറഞ്ഞു അങ്ങനെ അർജൻറ്റ് കൂട്ടരുത്. പിന്നെ ഇവിടെ നമ്മൾ മറ്റേ സ്റ്റോണ്, നാച്ചുറൽ സ്റ്റോണ്, മറ്റേ ഇതുണ്ടല്ലോ കരിങ്കല്ലിൻ്റെ ആ സാധനം ചെയ്തേക്കുക. ഇനി ഇതിൻ്റെ മേലൊരു പ്രീമിയർ അടിച്ചാണ്ട് അത് ഷൈൻ ചെയ്യും. ഇത് ഇവിടെ നമ്മൾ കുറച്ച് ചെടികൾ വരും, ഇൻഡോർ പ്ലാന്റ്സ് വരും. ഇവിടെ ബാൽക്കണിൻ്റെ മറ്റേ റെയിലും ഗ്ലാസും വരും. ഇവിടെ കുറച്ച് ചെടികൾ വരും. ആ, ഇവിടെ അവിടെ ഒന്നുമില്ല, അത് പ്ലെയിനാ. ആ, പിന്നെ ഇവിടെ നമുക്കൊരു ഫുൾ ഗ്ലാസ് വരും. ഫുൾ ഗ്ലാസ് അപ്പുറത്ത് കർട്ടൺ ഇട്ട് മൂടുക ചെയ്യുക. പിന്നെ ഇതാണ് നമ്മളെ റൂം, എൻ്റെ റൂം. എൻ്റെ റൂം കുറച്ച് വലുതാട്ടോ. ഇത് ഓഫീസ് റൂം. ഇവിടെ നമുക്കൊരു ഓഫീസ് സ്പേസ് പോലെ സെറ്റ് ആക്കാനാണ് എൻ്റെ പ്ലാന്. ഇവിടെ വാർഡ്രോബ്,
അങ്ങനത്തെ കാര്യങ്ങൾ ഈ ഏരിയയിൽ ഈ ഏരിയയിലും വരും. ബെഡ് അവിടെയാണെങ്കിൽ അവിടെ ചാരിയിട്ട് വേറെ വാർഡ്രോബും വരും. ബാത്റൂമിൻ്റെ വലിപ്പം കൂട്ടിക്കണിയാ. ബാത്റൂം നമുക്ക് മസ്റ്റാണ്. ഇത് പിന്നെ എൻ്റെ റൂമിലുള്ളൊരു ബാൽക്കണി, ചെറിയ ബാൽക്കണി. അവിടെ ജസ്റ്റ് ഒരു എന്തെങ്കിലുമൊക്കെ ചിൽ ചെയ്ത് ഇത് ബാക്കത്തെ സ്പേസ്. ഇതിപ്പോൾ ആകെ സ്ഥലമായേ. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം പൈപ്പ് പ്ലംബിങ് കഴിഞ്ഞാണ്ട് ഫുള്ള് മണ്ണ് എടുത്താണ്ട് അതിൻ്റെ മേലെ മൂടിയൊക്കെ ഇപ്പം അതാണ് ആ ചളി. ഇനി ലാൻഡ്സ്കേപ്പിൻ്റെ ടീം വന്നാണ്ട് അതിൻ്റെ മേലെ സെറ്റാക്കും. അതെ, ഇത് കിണറ് പച്ചവന ഇന്ന് ഇതിലെ പോവാ. ഇതെൻ്റെ റൂം. എൻ്റെ റൂമൊക്കെ എനിക്ക് ഇവിടുന്ന് എൻട്രൻസ് ഇല്ല. പഠിച്ചോൻ പറഞ്ഞത് ഇവിടെ നിന്നാൽ മതി എന്നാ. എങ്ങനെ ഇഷ്ടപ്പെട്ടോ? നോക്കി അറിയിക്കോ. ആകെ പൊടിയാ, കുഴപ്പമില്ല. അതാട്ടാ ഞങ്ങൾ പോയിട്ടോ. എങ്ങനെയുണ്ട്? സെറ്റല്ലേ? അസറിൻ്റെ റൂമിൻ്റെ വലിപ്പം കണ്ടോ? അജാനുള്ളിൽ കയറിയില്ലേ? ഇവിടെ ക്ലാസ് വരും. ആ, ചെറിയൊരു സിറ്റ് ഔട്ടാണ് പുറത്തല്ലേ? അസ്സലാമു പണിയിലാണ് അല്ലേ? കാക്കാ എന്തൊക്കെയുണ്ട്? ഇത് നമ്മൾ മറ്റേ ഇത് ഈ സാധനം വെച്ചിങ്ങളേ അപ്പുറത്തേക്ക് വെള്ളം വെച്ചാ പാത്തി വെച്ചിട്ട് അങ്ങോട്ട് അവിടുന്നൊക്കെ പോരാണ്ടാവൂല്ലേ? ഓക്കെ. ആകെ ചളിയായില്ലേ? റെഡി ആയിക്കോളും. മറ്റേ ഓരെന്താ പറഞ്ഞ സാറോ ലാൻഡ്സ്കേപ്പിന്റെ ഓരിപ്പോ പറഞ്ഞിട്ട് പോയതെന്ന് വെച്ചാല് എന്താണ് ഓർക്ക് ഇതിൻ്റെ മെഷർമെന്റ് എടുക്കാണ്ട്. അപ്പോൾ മെഷർമെന്റ് എടുത്തിട്ട് ഒരു സ്റ്റോണിന്റെ ഫോട്ടോസ് അയച്ചരാ. ഇന്ന് തന്നെ കൺഫേം ആക്കിയിട്ട് നാളെ മുതൽ ഒരു മണ്ണ് നിരപ്പാക്കാൻ തുടങ്ങും ഫ്രണ്ടും ബാക്കും. എന്നിട്ട് ചിപ്സ് ഇട്ടിട്ട് അടുക്കള കണ്ടാക്കണേ. ഇതല്ല അടുക്കള, ഇത് ഓപ്പൺ കിച്ചൺ. അത് സ്റ്റോർ റൂം, അത് സ്റ്റോക്ക് റൂം. അതെ. ഈ മതിലൊക്കെ ഇനി ഇപ്പുറത്തെ ഈ മതിലൊക്കെ ഇനി ഒന്ന് ജസ്റ്റ് പരത്തിയിട്ട് അത് ഉമ്മാക്ക് പുറത്തൊക്കെ ഒരു അടുപ്പ് വേണം പറഞ്ഞാണ്ട് അതിനുള്ളൊരു സെറ്റിൽമെന്റ് ഉണ്ടാക്കി കൊടുത്താണ്. ഇനി ഇവിടുന്ന് നമ്മൾ പുറത്തേക്ക് ഷീറ്റ് ഇടും, അങ്ങോട്ട് ഷീറ്റ് ഇടും. എന്നിട്ട് ഉള്ളിൽ ഇവിടെ കല്ല് കൊടുക്കും. നല്ല സ്പേസ് ഉണ്ട്, പക്ഷേ നീളത്തിനാണ്. ഇതെന്താ വെച്ചാൽ ഒരു റെസിഡൻഷ്യൽ ഏരിയ ഫുള്ള് വീടുകളാണ്. നമ്മളത് 2700 അടുത്തുണ്ട്. 2700 അടുത്ത് ഒരാഗ്രഹമായിരുന്നു. ഇൻഷാ അല്ലാ അടിപൊളി. ഏതായാലും ഈ സമയത്ത് തന്നെ ഇത് തീർന്നു കിട്ടിയതിൽ നമ്മള് ഈ സമയത്ത് തീർന്ന് കിട്ടിയിട്ടില്ല. കുറച്ചുകൂടി സമയം എടുക്കും. എല്ലാം കയറി വരുന്ന പെണ്ണിന്റെ ഐശ്വര്യം. എങ്ങോട്ടേലും കേറണ്ടല്ലോ, എല്ലായിടത്തും കേറണ്ടല്ലോ. ശരിയാണ്, കേറട്ടെ. അത് പൈപ്പ് വെള്ളം ഫിൽറ്ററിങ്. ഇവിടെ വർക്കിംഗ് കിച്ചണും ഇത് മോഡേൺ കിച്ചൺ. അങ്ങനെയൊക്കെയാണ് പ്ലാന്.